السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മക്കയിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു റഹ്മാന് എന്നീ രണ്ട് വചനങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഇത് കേട്ട മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, മുഹമ്മദ് ബഹുദൈവാരാധനയെ നമ്മളോട് എതിർക്കുകയും എന്നിട്ട് മുഹമ്മദ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് ദൈവങ്ങളെ വിളിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മക്കാ മുശ്രിക്കീങ്ങൾ പരിഹസിക്കുകയുണ്ടായി. ഇത് പറഞ്ഞ സമയത്താണ് വിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ ഇറങ്ങുന്നത്. ഖുൽ ഉദ്ഉല്ലാഹ അവ ഉദ്ഉർ റഹ്മാന അയ്യമ്മാ തദ്ഉ ഫലഹു അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അല്ലാഹു എന്നോ റഹ്മാൻ എന്നോ എന്തെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ, അല്ലാഹ് എന്ന് വിളിച്ചോളൂ, റഹ്മാൻ എന്ന് വിളിച്ചോളൂ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹ്ക്ക് അസ്മാഉൽ ഹുസ്നയുണ്ട്, അള്ളാഹ്ക്ക് നല്ലതായ പേരുകളുണ്ട് എന്ന് ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ ഇറങ്ങിയത് ആ സന്ദർഭത്തിലാണെന്ന് റൂഹുൽ ബയാനി എന്ന തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിനിക്ക് 99 നാമങ്ങളുണ്ട്. ഈ 99 നാമങ്ങൾ ആരെങ്കിലും മനഃപ്പാടമാക്കിയാൽ അവനിക്ക് സ്വർഗാവകാശിയാണ്, അവനിക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച 99 നാമങ്ങൾ അത് നമ്മൾ നമ്മുടെ ദുആയിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ദുആയിൽ ഉൾക്കൊള്ളിച്ചാൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹദിയായ ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദിയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, നീ അള്ളാഹുവിൻ്റെ ഒരു നാമം ഉച്ചരിട്ടിട്ട് നീ ദുആ ചെയ്താൽ ആയിഷ നിന്റെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി ആ ആയത്ത് ഏതാണെന്ന് പറഞ്ഞു തരാനുള്ള കൽപ്പന എനിക്കില്ല ആയിഷ എന്ന് പറഞ്ഞ സമയത്ത് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹു ഉടനെ വുളൂ ചെയ്ത് നിസ്കരിച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ 99 നാമങ്ങളും ആ ദുആയിൽ മഹദിയായ ആയിഷ ബീബി ഉൾക്കൊള്ളിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ പറഞ്ഞു, ആയിഷ, നിങ്ങൾ ഉച്ചരിച്ച ആ നാമത്തിൽ അള്ളാഹുവിൻ്റെ പേരുണ്ട് ആയിഷ, ഞാൻ പറഞ്ഞ ആ പേരുണ്ട് ആയിഷ, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന നാമമുണ്ട് ആയിഷ. അങ്ങനെ മഹദിയായ ആയിഷ ബീവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വിശുദ്ധ ഇസ്ലാമിൽ പരിശുദ്ധമായ ദീൻ വളരെ പ്രാധാന്യം നൽകുന്ന, നമുക്ക് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിക്കുന്ന അസ്മാഉൽ ഹുസ്ന അത് കാണാതെ പഠിക്കുക. നമ്മൾ അള്ളാഹുവിനോടുള്ള ദുആകളിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ. നമ്മുടെ ദുആകളിലൊക്കെ ഈ അസ്മാഉൽ ഹുസ്ന നമ്മൾ ഉൾക്കൊള്ളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ ഓരോരോ നാമങ്ങൾക്കും ധാരാളം മഹത്വങ്ങളുണ്ട്, പവിത്രതകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോരോ പവിത്രതകളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.